നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണ്. കൊല്ലം വിജിലൻസ് കോടതിയിലാണ് ഹർജി പരിഗണിക്കുന്നത്. പത്മകുമാറിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം ഉയരുകയാണ്. കൂട്ടായി എടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ പ്രതിയാകും? ഇതാണ് പത്മകുമാർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്ന ചോദ്യം. ഹർജിയിൽ പത്മകുമാർ ഈ പ്രധാന ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. മിനിറ്റ്സിൽ ചെമ്പെന്ന് എഴുതിയത് മറ്റു ബോർഡ് അംഗങ്ങളുടെയും അറിവോടെയാണെന്നാണ് വാദം. അപ്പോൾ താൻ മാത്രം എങ്ങനെയാണ് പ്രതിയാവുന്നത്? ഇതാണ് പത്മകുമാർ തനിക്ക് വേണ്ടി വാദിക്കുന്ന വാദം. ബോർഡിൽ ഒപ്പമുണ്ടായിരുന്ന മറ്റംഗങ്ങളെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്നതാണ് പത്മകുമാറിന്റെ ജാമ്യ ഹർജി. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം പൂശിയ കട്ടിളപ്പാളികൾ കൈമാറിയതുൾപ്പെടെ കൂട്ടായി എടുത്ത തീരുമാനങ്ങൾക്ക് താൻ മാത്രം എങ്ങനെ ഉത്തരവാദിയാകും? ഇതിന് എന്താണ് കോടതി പറയുക? എന്ത് തീരുമാനമാണ് കോടതി എടുക്കുക? അല്ലെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഒരു മറുപടി കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും എന്ന ഒരു മണിക്കൂറുകൾ അറിയാൻ സാധിക്കും. മിനിറ്റ്സിൽ ചെമ്പെന്ന് എഴുതിയത് എല്ലാവരുടെയും അറിവോടെയാണെന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വീഴ്ച പറ്റിയെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ ബാധ്യതയുണ്ട് എന്നും വാദം. തന്നെ മാത്രം വേട്ടയാടുന്നതിലെ അമർഷം കൂടിയാണ് പത്മകുമാർ ജാമ്യ ഹർജിയിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടപടിയെടുക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കുറ്റക്കാർ ആരായാലും നടപടിയെടുക്കും എന്നും അദ്ദേഹം വ്യക്തമാക്കി. പത്മകുമാർ MLA യോ ജനപ്രതിനിധിയോ അല്ല. ആരായാലും തെറ്റിന് കൂട്ടുനിൽക്കില്ല. ഉത്തരവാദികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. ആരെയും പാർട്ടി പിന്തുണയ്ക്കില്ല. പ്രതി ചേർത്താൽ ഉടനെ നടപടിയെടുക്കണമെന്നില്ല. പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. രാഹുൽ മങ്കൂട്ടത്തിനെതിരെ എടുത്തതുപോലുള്ളതല്ല. ശരിയായ നടപടിയെടുക്കും. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാതെ ധൃതി പിടിച്ചുള്ള നടപടിക്ക് CPM-നെ കിട്ടില്ല. SIT അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നതിനാലാണ് കോൺഗ്രസ് ഇപ്പോൾ CBI അന്വേഷണം ആവശ്യപ്പെടാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും നിലവിലെ ദേവസ്വം മന്ത്രി VN വാസവനെയും ചോദ്യം ചെയ്യണമെന്ന് രമേശ് ചെന്നിത്തല. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമാരെ അറസ്റ്റ് ചെയ്തത് നല്ല കാര്യം. ബോർഡ് വിചാരിച്ചാൽ മാത്രം കൊള്ള നടക്കില്ല. മന്ത്രിമാരടക്കമുള്ളവരെയും ചോദ്യം ചെയ്യണം. ശബരിമലയിലെ പല സർക്കാർ നടപടികളും ഭക്തരെ വേദനിപ്പിക്കുകയാണ്. ഭക്തന്റെ ആത്മസമർപ്പണമായ ദക്ഷിണ പോലും അടിച്ചു മാറ്റിയാണ് അഴിമതി നടത്തിയത്. കൊള്ളയ്ക്ക് പച്ചക്കൊടി വീശിയവരെയും പിടികൂടണം. ഇത്തരത്തിൽ നിർണായകമായ പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരർ മഹേഷ് മോഹനന്റെ മൊഴി രേഖപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം ബെല്ലാരിയിലെ ജുവലറിയിൽ പൂജ നടത്തിയ കാര്യത്തിലടക്കം മൊഴി നൽകിയെന്നാണ് വിവരം. സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച SIT കോടതിയിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കും. 2025-ൽ ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടിയാണ് മഹേഷ് മോഹനിൽ നിന്ന് SIT മൊഴിയെടുത്തത്. ദേവസ്വം ബോർഡ് പറഞ്ഞിട്ടാണ് ദ്വാരപാലക പാളികൾ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ അനുമതി നൽകിയതെന്ന് മഹേഷ് മോഹനർ മൊഴി നൽകിയിരിക്കുന്നുവെന്നാണ് വിവരം. അതേസമയം വാതിലും കട്ടിളപ്പാളികളും കൂടി കൊണ്ടുപോകാനുള്ള അനുമതി കൂടി തേടിയിരുന്നു. എന്നാൽ ഇവയുടെ അറ്റകുറ്റപ്പണി സന്നിധാനത്ത് തന്നെ നടത്താനാണ് നിർദ്ദേശം നൽകിയതെന്നും മഹേഷ് മോഹനരുടെ മൊഴിയിലുണ്ട്. ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ പൂജ നടത്തിയതുമായി ബന്ധപ്പെട്ടും മഹേഷ് മോഹനർ വിശദീകരണം നൽകിയിട്ടുണ്ട്. പൂജകൾക്കായി ക്ഷണിക്കുമ്പോൾ പോകാറുണ്ട്. അങ്ങനെ പോയതാണെന്നാണ് മൊഴി നൽകിയിരിക്കുന്നതെന്നാണ് സൂചന. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട SITയുടെ മൊഴിയെടുപ്പുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ഘട്ടം പൂർത്തിയായി. ഈ ഘട്ടത്തിലെ അറസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് SIT കോടതിയിൽ സമർപ്പിക്കുക. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് BJP മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ മലയാളി വാർത്തയോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ഒരിക്കൽ കൂടി. ഈ തെരഞ്ഞെടുപ്പിൽ ഭക്തജനവികാരം വ്രണപ്പെട്ട് അവർ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയവുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം അവിടെ എല്ലാമായ ആ ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളികൾ നഷ്ടപ്പെട്ടു. അത് ഇത്ര കിലോ ഇത്ര തൂക്കമുള്ള സ്വർണ്ണപ്പാളി എന്നുള്ളതല്ല, അത് വികാരമാണ്. അവർക്ക് നഷ്ടപ്പെട്ടത് വിശ്വാസമാണ്. ആ വിശ്വാസത്തെ വീണ്ടെടുക്കും എന്ന് പറയാനുള്ള ആർജവം ഗവൺമെൻറ്റിനില്ല. കാരണം ഗവൺമെൻറ്റും പ്രതിസ്ഥാനത്താണ്. ഗവൺമെൻറ് നയിക്കുന്നവരാണ് ഇതെല്ലാം ചെയ്യുന്നത്. രാഷ്ട്രീയ CPM നേതാക്കളാണ്. അവർക്കതിൽ പങ്കിട്ടു എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. പത്മകുമാറിനും വാസുവിനുമെതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? അവർ കുറ്റാരോപിതരെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തെ രാജിവെക്കണമെന്ന് പറയേണ്ട കാര്യം? അദ്ദേഹം കുറ്റാരോപിതൻ. KM മാണി പണ്ട് ഇവിടെ ബാർക്കോഴ വിഷയത്തിൽ എന്തിനാ രാജിവെക്കാൻ ഹർത്താൽ നടത്തി ബന്ദ് നടത്തിയവരാണ്. അന്നും അദ്ദേഹം കുറ്റാരോപിതരായിരുന്നു. എന്തിനാണ് നിയമസഭയിൽ ഇത്രയധികം ബഹളം ഉണ്ടാക്കി വസ്തുവകകൾ മുഴുവൻ നശിപ്പിച്ച് വലിയ അക്രമ പ്രവർത്തനങ്ങൾ അന്ന് നടത്തിയത്? എന്തിൻ്റെ പേരിലായിരുന്നു? അന്നും KM മാണി കുറ്റാരോപിതനാണ്. അപ്പോൾ ഇത് ഇരട്ടത്താപ്പാണ്. കുറ്റാരോപിതം എന്നുള്ളത് ഇത്രയും വലിയ കൊള്ള നടത്തി
4-5 കിലോ സ്വർണം കാണാതായി, അത് അടിച്ചു മാറ്റി മോഷ്ടിക്കപ്പെട്ട് തന്മൂലമുണ്ടായ ഒരു വലിയ വേദനയോടുകൂടി ഇവിടെ കഴിയുന്ന കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ അതിൻ്റെ ജയിലിൽ കിടക്കുന്നയാൾ കുറ്റാരോപിതനാണ്, അതുകൊണ്ട് നടപടി സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഇതാരോടെ ഈ പറയുന്നു? അപ്പോൾ കുറ്റത്തിനെ കൂട്ടു നിൽക്കുകയാണ്, കുറ്റവാളിക്കൊപ്പമാണ്, കുറ്റകൃത്യം ചെയ്തവരോടൊപ്പമാണ് CPM. ഇവിടെ കോൺഗ്രസും അത് തന്നെയാണ് ചെയ്തത്. കോൺഗ്രസും കുറ്റകൃത്യം ചെയ്തയാളുടെ കൂടെയാണ്. അവരെന്തുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നില്ല? രാജിവെക്കണമെന്ന് എന്തുകൊണ്ട് ആവശ്യപ്പെടുന്നില്ല? അപ്പോൾ രണ്ടു കൂട്ടരും ഒരേ തൂവൽ പക്ഷികളാണ്. രണ്ടുപേരുടെ നയം ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടരും സ്വതന്ത്രമായ ആദർശാധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് തീരെ കളങ്കമുണ്ടാക്കിയവരാണ്. അവസാനമായിട്ടൊരു ചോദ്യം കൂടി, അതായത് ഇത്തവണ നിയമസഭയിൽ താമര വിരിയുമോ എന്ന് എങ്ങനെയാണ് പ്രതീക്ഷ? ചെറിയ സംശയം എന്താ? വിരിയ മാത്രമേ ചിലപ്പോൾ കേരളം ഭരിച്ചൊന്നുമിരിക്കും. ശുഭപ്രതീക്ഷയിലാണ്. ശുഭപ്രതീക്ഷയാണ്. എന്തൊക്കെയായിരിക്കും BJP അതിലേക്ക് നയിക്കുന്നത്, ആ ജയത്തിലേക്ക് നയിക്കുന്നത് എന്തൊക്കെയായിരിക്കും? കാരണമല്ല, രണ്ടും മടുത്തതാണ്. LDF UDF ജനങ്ങൾ മടുത്തു. 67 വർഷം കൊണ്ട് കേരളത്തെ മുടിച്ചവരാണ്. ഇവിടെ എന്ത് പുരോഗതി ഉണ്ടാക്കിയത്? എന്തെങ്കിലും മാറ്റം ഭാരതത്തിലുണ്ടാക്കിയിരിക്കുന്ന മോഡി സർക്കാരാണ്. ആ മോഡി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികളും വികസന പരിപാടികളും കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കേരളത്തെ രക്ഷപ്പെടുത്താൻ ഇന്ന് BJP NDAക്ക് കഴിയും. ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണ് ആവശ്യം. ഇപ്പോൾ പൊതുവെ നിൽക്കുന്ന ഒരു ആരോപണമാണ് CJP, അതായത് CPM BJP ഒരു കൂട്ടുകെട്ടുണ്ട് എന്ന രീതിയിൽ. അതിനോട് താങ്കളുടെ ഒരു പ്രതികരണം എന്താണ്? അത് BJP CPM കൂട്ടുകെട്ടാണ് കോൺഗ്രസ് പറയും. കോൺഗ്രസ്സുകാർ പറയും CPM-ഉം BJP-യും തമ്മിൽ കൂട്ടുകെട്ടാണ്. കോൺഗ്രസ്സുകാരങ്ങനെ പറയും, CPM-കാരിങ്ങനെ പറയും. അവർ രണ്ടുപേരും ഇവിടെ ഒരേ ഒരു ആഗ്രഹമുള്ളൂ, BJP ഒരിക്കലും രക്ഷപ്പെടരുത്, BJP-യെ തോൽപ്പിക്കണം. അതിനല്ലേ ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു. അവർ രണ്ടുപേരും തോളത്ത് കൈയിട്ട് ഒരുമയോടെ സഹോദരങ്ങളായി ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ച് വരുമ്പോൾ കേരളത്തിൻ്റെ അതിർത്തി ഇങ്ങോട്ടേക്ക് കടന്ന് ഉള്ളിലേക്ക് കയറുമ്പോൾ മാത്രം എന്ത് ഈ ശത്രുത കാണിക്കുന്നതിനാണ്? ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബീഹാറിലും അവരൊരുമിച്ചല്ലേ, തമിഴ്നാട്ടിൽ അവരൊരുമിച്ചല്ലേ, കർണാടകത്തിൽ ഒരുമിച്ചല്ലേ? എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരഭിനയം എന്തിനാണ്? കാപട്യം. സത്യസന്ധത വേണ്ട രാഷ്ട്രീയത്തിൽ. ആദർശ രാഷ്ട്രീയം രണ്ടു കൂട്ടർക്ക് നഷ്ടപ്പെട്ടു. രണ്ടുപേരും ഈ അതിർത്തി വിട്ടാൽ കൈകോർത്ത് പിടിക്കുക, കെട്ടിപ്പിടിക്കുക, ഇവിടെ വരുമ്പോൾ അഭിനയിക്കുക. ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. രണ്ടു കൂട്ടരും തമ്മിൽ ഒരു വ്യത്യാസമില്ല. ഒരേ സാമ്പത്തിക നയം, ഒരേ വിദ്യാഭ്യാസ നയം, ഒരേ കാർഷിക നയം, എല്ലാ നയം അവരൊരുന്ന് തന്നെയാണ്. മോഡി എതിർക്കുന്ന കാര്യം, ഏത് കാര്യത്തിൽ മോഡി എതിർക്കുന്ന അവരൊറ്റക്കെട്ടാണ്. ഇപ്പോൾ സമഗ്ര വോട്ടർ പരിഷ്കരണം വന്നു, എതിർക്കുകയാണ്. GST വന്നു, എതിർത്ത്. ഏതിനെ എതിർക്കുകയാണ്? PM ശ്രീ വന്നു, എതിർക്കുക. എല്ലാം എതിർക്കുകയാണ്. ഇപ്പോൾ തൊഴിൽ കോഡ് വന്നു, എതിർക്കുകയാണ്. അവർ രണ്ടുപേരും വരണല്ലേ, ധാരണ അവർ തമ്മിലാണ്. പക്ഷേ കോൺഗ്രസ് ആയാലും CPM ആയാലും ഒരു വ്യത്യാസമില്ല. ഇപ്പം രണ്ടു കൂട്ടരേക്കും എതിരെ വലിയൊരു ജനവികാരം ഇന്ന് കേരളത്തിലുണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടി NDA ആണ്. ആ ഒരു വലിയ വിഭാഗം ജനങ്ങളുടെ വക്താക്കൾ ആ ജനാഭിപ്രായം സ്വരൂപിച്ചുകൊണ്ട്, ജനമനസാക്ഷി ഉണർത്തിക്കൊണ്ട് LDF-നും UDF-നും എതിരെ വലിയൊരു ജനശക്തിയാണ് കേരളത്തിൽ ഉയർന്നു വരുന്നത്. അതിനെ തടയിടാൻ CPM-നും കോൺഗ്രസിനും സാധ്യമല്ല.